നാൽക്കാലിക്ക് അതിൻ്റെ യജമാനനോട് നന്ദിണ്ട്. എന്നാ ഇരുകാലിക്കോ അതിൻ്റെ യജമാനനോട് നന്ദില്ല. ആ, അങ്ങനെയാണ്. നിങ്ങൾ ആദിയാത്ത് സൂറത്ത് എടുത്തു നോക്കി. അതിൽ അല്ലാഹ് പറയുന്നുണ്ട്, വൽ ആദിയാത്തി ലബ്ഹ, കുതിരയെ തന്നെയാണ് സത്യം. ഇവിടെ അല്ലാഹു കുതിരയെ സത്യം ചെയ്ത് പറയണത് നിങ്ങളത് നോക്കണേ. എന്താ കുതിരന്റെ സ്വഭാവം? അതിരാവിലെ യജമാനൻ കൊടുത്ത ഭക്ഷണത്തിന് നന്ദി കാണിക്കാൻ ഈ കുതിര യജമാനനെ തോളിൽ ചുമന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോകും. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോയാൽ ആദ്യം വിട്ടുകിട്ടണതായിരിക്കാം കുതിരയുടെ കുതികാലിനല്ലേ. ആ കുതിര വീണാലല്ലേ കുതിരന്റെ മുകളിലുള്ള ആളെ കൊല്ലാൻ കഴിയുള്ളൂ. ഇതറിഞ്ഞിട്ടും കുതിര എന്ത് ചെയ്യുന്നറിയോ? യജമാനനെ തോളിൽ ചുമന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകും. ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും യജമാനനെ തോളിൽ ചുമന്നിട്ട് അങ്ങനെ നടക്കും. ആ യജമാനൻ കൊടുത്ത ഭക്ഷണത്തിന് നന്ദി കാണിക്കാൻ യജമാനനെ തോളിൽ ചുമന്ന് യുദ്ധക്കളത്തിലേക്ക് പോയ നാൽക്കാലിയായ കുതിരയെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. ഈ ഇരുകാലിയായ മനുഷ്യനുണ്ടല്ലോ, തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവന, നന്ദികേട് കാണിക്കുന്നവന. ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയാ, അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നന്ദിയുള്ളവർ വളരെ കുറവാണെന്ന്. ആ കുറവിൽ നമുക്ക് പെടണം. നമ്മൾ എപ്പോഴും അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം. ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും വീട്ടിൽ കയറുമ്പോഴും വണ്ടി കയറുമ്പോഴും. നിങ്ങൾ ചില വണ്ടികളിലൊക്കെ ഗ്ലാസ്സുമേ എഴുതി വെച്ചത് കണ്ടിട്ടില്ലേ? ലഇൻ ശകർത്തും ലഅസീദന്നക്കും. അള്ളാഹ്ക്ക് നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു കൂട്ടിത്തരുന്ന അതിൻ്റെ അർത്ഥം. സത്യത്തിൽ നമുക്ക് അള്ളാഹു കൂട്ടിത്തരണം എന്ന ചിന്തയോടെ നമ്മൾ നന്ദി ചെയ്യണ്ട. നമുക്ക് അള്ളാഹു കൂട്ടി തന്നുക്കണം. എന്നാലും നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളൊക്കെ ഒരു നിശ്ചിത അകലത്തിൽ ഒരു നിശ്ചിത സമയത്ത് പരസ്പരം കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്നു. ഒരു തമ്മിലൊരു സങ്കോചങ്ങളില്ല. പാടത്ത് പുല്ലുമേയുന്ന കാളയുടെ മുഖത്തും ദേഹത്തും വന്നിരിക്കുന്നു ടിക്ക് പക്ഷി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരില്ല. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. രണ്ട് സമുദ്രത്തിൻ്റെ ഇടയിൽ അള്ളാഹ് ഒരു മറ വെച്ചുകൊണു. ആ മറയുടെ അതിരുവരമ്പുകൾ ഭേദിച്ച് വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ സഞ്ചരിക്കൂല. അതിനുണ്ടോ നന്ദി? നന്ദില്ലാത്തത് മനുഷ്യന് മാത്ര.